ഹലോ ഹായ്. 325 കോടി 30 ദിവസം പൃഥ്വിരാജിന്റെ പുതിയ തള്ളാണ്. ശരിക്കും ഒരു 95% ആൾക്കാരെങ്കിലും ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമ ആയിരുന്നെങ്കിൽ എമ്പുരാൻ കണ്ടതിന് ശേഷം എനിക്ക് നഷ്ടമായ ചില വിശ്വാസങ്ങൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് വീട്ടിലേക്ക് പോവാം. ആദ്യം തന്നെ നെഗറ്റീവ് തമ്പനയിൽ ഇട്ടത് നമ്മുടെ നല്ലവരായ നാട്ടുകാർ നെഗറ്റീവ് കമ്പനി കണ്ടാലാണ് കൂടുതലായിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് 30 ദിവസം 325 കോടി എന്നാണ് പൃഥ്വിരാജ് ഇന്നലെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 325 കോടിയുടെ കണക്കിൽ എനിക്ക് വലിയ വിശ്വാസക്കുറവൊന്നുമില്ല. അത് ഞാനൊരു 500 കോടിയാണ് എക്സ്പെക്ട് ചെയ്തത്. സോ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഗ്രോസ് ചെയ്ത കളക്ഷനാണ് 325 കോടി എന്ന് പൃഥ്വിരാജ് നമ്മുടെ പോസ്റ്ററോട് അറിയിച്ചിരിക്കുന്നത്. അത് വളരെ സത്യസന്ധമാവാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ. നമ്മൾ ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതിലവർ എടുത്തു പറയുന്ന വേറെ കാര്യം, ഇന്റർനാഷണലി, അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മൾ ഒരു ഇന്ത്യൻ സിനിമ കളക്ട് ചെയ്തതിൽ ഇന്ത്യയിലുള്ള എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ സ്ഥാനത്ത് എമ്പുരാൻ നിൽക്കുന്നുണ്ടെന്ന് അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ അതും സത്യസന്ധമായ കാര്യമാണ്. സോ എമ്പുരാന്റെ കോടിക്കണക്കൊന്നും തള്ളാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. എന്നാൽ അതിലുള്ള ഒരു ചെറിയ തള്ളു എന്താ വെച്ചാൽ 30 ദിവസം എഴുതിയതാണ്. 30 ദിവസം എന്തുകൊണ്ട് എഴുതി എന്നുള്ളതിന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം നമുക്കറിയാം, മാർച്ച് 27 സിനിമ റിലീസായി. ഇന്നലെ 19-ാം തീയതി ആ സിനിമയ്ക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്. സത്യത്തിൽ എനിക്ക് എന്തൊക്കെയാണ് എമ്പുരാൻ നടത്തിയത് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പേഴ്സണലി ഉണ്ടായ ചില തകർച്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. പൃഥ്വിരാജ് പറഞ്ഞ ആക്ടറെക്കാട്ടി എത്രയോ മുകളിലാണ് ലൂസിഫർ സിനിമ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് എന്ന ഡയറക്ടർ. അപ്പോൾ ആ വിശ്വാസത്തിലാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ട്രെയിലർ ടീസറൊക്കെ കണ്ട് കാണാൻ പോകുന്നത്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് ബ്രില്യൻ മേക്കേഴ്സ് ഉണ്ട്. അമൽ നീരദിനെ പോലത്തെ, അൻവർ റഷീദിനെ പോലത്തെ ഈ ടെക്നിക്കലി സൗണ്ടായ ഒരുപാട് പേരുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കോന്റെ ഡയറക്ടർ അനീഫ് അദാനിയൊക്കെ വളരെ ഗംഭീരമായിട്ട് ആ സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അവരുടെയൊക്കെ കയ്യിൽ ഒരു 100-200 കോടി കൊണ്ടു കൊടുത്താൽ അവർ ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമ നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. അതിലൊരു ഡൗട്ടും ഇല്ല. എന്നാൽ അവിടെ നിന്നും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറിൽ എനിക്കുണ്ടായ, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു വ്യത്യാസം നമ്മൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ ഓരോ ഇഞ്ചും ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ ഒരു സിനിമ, എന്താ പറയുക, അതിനൊരു പറയാൻ വാക്കുകളില്ല. 99% ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തിയ സിനിമ. അതായത് എവിടെയാണ് മാസ് വേണ്ടത്, എവിടെയാണ് ക്ലാസ് വേണ്ടത്, എവിടെയാണ് ഒരു എല്ലാം കൊണ്ടും ഞാൻ അങ്ങനത്തെ സിനിമ മലയാളത്തിൽ വേറെ കണ്ടിട്ടില്ല. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു സിനിമയുടെ എല്ലാ മേഖലയും അറ്റ് ദ ബെസ്റ്റ് ആയിട്ട് നിന്ന ആ സിനിമ. അപ്പോൾ അത് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടറാണ്. സോ ആ പൃഥ്വിരാജിൻ്റെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ടെക്നിക്കലി ഇപ്പോഴും ഏറ്റവും വലിയ സിനിമ മലയാളത്തിലെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ മൂവിയായിട്ട് ഞാൻ എമ്പുരാനെ പറയും. ലാലേട്ടൻ്റെ ഇൻട്രോ സീനൊക്കെ 4 ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്ന സീനൊക്കെ നമ്മളെല്ലാവരും കണ്ടല്ലേ. സോ അത് മലയാള സിനിമയാണോ ഇന്ത്യൻ സിനിമയാണോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലാണ് ആ സീനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. സോ അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ അത്ര ഗംഭീരമായ സീനിൽ ലാലേട്ടൻ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് കറുപ്പ് കാറിൽ നിന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് ഇറങ്ങിയ മുണ്ടും പിടിച്ച് വന്ന ലാലേട്ടൻ്റെ ആ ഒരു 10% ആ ഓറയുടെ ആ ഒരു മൊമെന്റിന്റെ ആ ഒരു ഹൈ എമ്പുരാനിൽ ഫീൽ ചെയ്തത്. എമ്പുരാൻ ഒരു മോശം സിനിമയെന്ന് ഒരിക്കലും പറയല്ല. പക്ഷെ പൃഥ്വിരാജ് പലതലത്തും അതിൽ ഫെയിൽ ആയിട്ടുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഒരു സിനിമ നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയില്ലെങ്കിൽ അവിടെ എന്ത് കോടികൾ ചിലവാക്കിയിട്ടും എന്ത് കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഗംഭീരമായ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ആ സീനിൽ നമ്മൾ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ആ ഒരു ഫീല് നമുക്ക് കിട്ടിയില്ല എന്ന്. നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നോക്കും, ഇപ്പോഴും ആ ലൂസിഫറിൻ്റെ സീൻ കാണുമ്പോഴുള്ള ഒരു ഗൂസ് ബംസും ആ ഒരു ഹൈ മൊമെന്റും ഇല്ല. ഒട്ടുമിക്ക എല്ലാ സീനും ലൂസിഫറിന്. സോ അത് ഞാൻ ഭയങ്കരമായിട്ട് പൃഥ്വിരാജിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഒരു ടെക്നിക്കലി ബ്രില്യൻസ് മാത്രമല്ല, ആ സിനിമ നമ്മളായിട്ട് വളരെയായിട്ട് കണക്ട് ചെയ്തിട്ട് ഇഴകി ചേർന്നുകൊണ്ട് സിനിമ പോകും. അത് കൊണ്ടുപോകാനുള്ള പൃഥ്വിരാജിൻ്റെ കഴിവ് അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. സോ അത് ശരിക്കും നഷ്ടപ്പെട്ടു. സോ L3 ഇനി വരട്ടെ. അറിയില്ല എന്താ സംഭവിക്കാമെന്ന്, വരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിപ്പോൾ ഞാൻ സിനിമ ഇറങ്ങി 2-ാം ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ സിനിമയെ പറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ച പറഞ്ഞത്. 3-ാം ദിവസം മുതൽ സിനിമയെ മാറി. ഇപ്പോൾ ഒരു പുതിയ പ്രശ്നങ്ങൾ വന്നു. സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. പക്ഷെ എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനോടുള്ള ഒരു കാര്യങ്ങൾ ഒന്ന് വിട്ടിട്ടുണ്ട്.
ലാലേട്ടനോടുള്ളതിൽ ഒരു ശതമാനം അല്ലാതെ ഒരിക്കലും പോകാൻ പോകുന്നില്ല. ആ സിനിമ രാഷ്ട്രീയപരമായും വേറെ പല കാര്യങ്ങളെ കൊണ്ടുണ്ടായ ഒരുപാട് ചർച്ചകൾ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. വളരെ ജെന്യൂനായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അത് ആ ഒരു ബാലൻസ് അവിടെ ചെയ്തില്ല. ഒരു വിഭാഗത്തെ മാത്രം കുറ്റക്കാരനാക്കിയിട്ട് ചെയ്തതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആൾക്കാർ ചിന്തിച്ചു പോയാൽ നമുക്ക് അതിൽ ഒരു കുറ്റവും ആരും പറയാൻ പറ്റില്ല. അവർ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു വിഭാഗത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പൃഥ്വിരാജിന്റെയും മുരളി ഗോപിന്റെയും തെറ്റ് തന്നെയാണ്. അത് എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പൃഥ്വിരാജ് തമ്മിലെ ഒരു ഡിസ്റ്റൻസ് എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട് എന്തായാലും. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, വാട്ടെവർ. സോ ഇനി വീഡിയോയിൽ പറയാനുള്ള ഉദ്ദേശം മൂന്നാമത്തെ കാര്യം, ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളെ ലൂസിഫർ എനിക്ക് തോന്നുന്നു ഒരു 95% ആണ് കിട്ടുക. ഒരു 95% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ലൂസിഫർ എന്ന മൂവി. ഒരു 30 കോടി ബജറ്റ് വന്നിട്ട് ഒരു 125 കോടിയോളം കളക്ട് ചെയ്ത മൂവി. നമ്മൾ എമ്പുരാനിലേക്ക് വരുമ്പോൾ 100% ആ സിനിമ ഇഷ്ടപ്പെട്ട, ഇൻ ദ സെൻസ് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു 50% ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ തർക്കിച്ചിട്ട് നമ്മൾ കാര്യമില്ല. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ട 50% ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു 95% ആൾക്കാർക്ക് വർക്കായ സിനിമ ആയിരുന്നെങ്കിൽ അതിന്റെ കളക്ഷൻ നമ്മൾ വിചാരിച്ചതിന്റെ വേറെ ലെവലിൽ പോയി നിൽക്കാനുള്ള ചാൻസ്, അതിനെപ്പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് പറയേണ്ട വേറൊരു കാര്യം, ഈ ഒരു ഫിഗേഴ്സിൽ അപ്പോഴും വലിയ മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം നമ്മൾ ചില പരിമിതികളും കാര്യങ്ങളും നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മളൊരു സത്യം പറയാം, എനിക്ക് ഒരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മളെ മലയാളത്തിൽ നിന്ന് ഒരു ബാഹുബലിയും ഒരു KGF ഒരു കാന്താരയൊക്കെ വരുമെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴും നമുക്ക് ഇന്റർനാഷണലി ഇന്ത്യക്ക് പുറത്തുള്ള മാർക്കറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ കീഴടക്കിയിട്ടുണ്ട്. അതിൽ ലാലേട്ടനെ കൊണ്ട് മാത്രം പറ്റുന്ന എല്ലാ കാലവും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോന്ന് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. സോ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നമ്മൾക്കൊരു നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യയിൽ ഔട്ട് ഓഫ് കേരള മാർക്കറ്റ് നമുക്ക് ഇപ്പോഴും കയ്യെത്താൻ ദൂരത്ത് തന്നെയാണ്. അതിലൊരു സംശയമില്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സോ അത് ഇനിയിപ്പം ഇതിനൊരു 95% പോസിറ്റീവ് റിവ്യൂ ആണ് വന്നെങ്കിൽ പോലും അതിന് വലിയ മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ കളക്ഷനിൽ വലിയൊരു ഭീകര വ്യത്യാസം ഒരു സിനിമയ്ക്ക് കൂടുതൽ പോസിറ്റീവ് റിവ്യൂ ഉണ്ടായത് കൊണ്ട് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. കളക്ഷന് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കളക്ഷൻ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇപ്പോഴും സംശയം തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ തോന്നുന്ന അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറയാം. എന്താണ് മലയാള സിനിമയുടെ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ, ഇപ്പം 325 കോടി കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമാണ്. നമ്മൾ മലയാളത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നം മാത്രം കണ്ടിരുന്ന, സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തൊരു ഫിഗറാണ് 325 കോടിയൊക്കെ. ഇതെന്തായാലും പലതരത്തിലുള്ള മാർക്കറ്റിങ്ങിലൂടെയും പല കാര്യങ്ങളിലൂടെയും ആണെങ്കിലും നമ്മളെ മൂവി അത്ര കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും 500 കോടി ഒന്നും എത്തിയില്ലെങ്കിലും 325 കോടി വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ്. സോ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഒരു മലയാള സിനിമയ്ക്ക് ഇതിന് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ് എപ്പോഴത്തെ പോലത്തെ ഈ മോഹൻലാൽ സിനിമയും. സോ അതിൽ നമുക്ക് അഭിമാനിക്കാം എന്തായാലും. ഇനി L3 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് പ്രതീക്ഷ ഉണ്ടോ വെച്ചാൽ, ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലാക്ക് ചെയ്തത് എമ്പുരാനില് ടെറൈൻ ചേഞ്ചസ്, റീജിയൻ ചേഞ്ചസ്, ഹോളിവുഡ് ആക്ടേഴ്സ്, അപ്പം തന്നെ കേരള പൊളിറ്റിക്സ്, ആ ഭീകരമായിട്ടുള്ള വ്യത്യാസം, അതായത് വേറൊരു വഴി ഇല്ലെങ്കിലും മേ ബി അതൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഒരു സ്ക്രിപ്റ്റിനും ഒരു ഡയറക്ടർക്കും അത് ഫുൾ ഓഫ് ചെയ്യണമെങ്കിൽ മേ ബി ലിമിറ്റ് ഉണ്ടായിരിക്കാം. ബട്ട് ആ ഒരു ഷിഫ്റ്റിംഗ് ഭയങ്കരമായിട്ട് കല്ലുകടയായി തോന്നിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു എമ്പുരാൻ ഉണ്ടായ പ്രശ്നം. L3 അതില്ലാതെ ഷെൻട്രയാടും നമ്മുടെ ഖുറേഷിയുടെ ഗ്യാങ്ങും തമ്മിലുള്ള ആ ഒരു വാറും ആ ഒരു കാര്യങ്ങളും മാത്രമാണ് ഒരു ഹോളിവുഡ് ലെവലിൽ L3 എടുത്തു വെക്കുന്നതെങ്കിൽ അതൊരു ഗംഭീര സംഭവമായിരിക്കുന്നതിൽ ഒരു ഡൗട്ടും വേണ്ട. അതായത് ഈ മാറി കേരള പൊളിറ്റിക്സും മറ്റൊന്നും കാണിക്കുന്നതിന് പകരം നമ്മൾ റിക്യൂണും നമ്മുടെ ലാലേട്ടനും തമ്മിലുള്ള അവരുടെ ഇടയിലുള്ള ഫ്രിക്ഷൻ, അവരുടെ വാറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൃഥ്വിരാജിന് ഒരു ഹോളിവുഡ് മൂവി പോലെ എടുത്തു വെക്കാൻ പറ്റില്ല L3. പക്ഷെ അവിടെ നമുക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ എമ്പുരാന്റെ അവസാനം കാണിച്ചു, പ്രണവ് മോഹൻലാലിനെ കണ്ടല്ലേ നമ്മൾ. അതിലാണ് അവിടെ വലിയ രസം എന്താ വെച്ചാല്, ഇപ്പൊ ഷെൻട്രാഡിന്റെ റിക്യൂൺ ലാസ്റ്റ് പറയുന്നെന്താ, എനിക്ക് ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഫുൾ ഹിസ്റ്ററി വേണം. എന്തിന്? ഇദ്ദേഹം ചെറുപ്പം മുതലേ വളർന്ന് വന്നതും വലുതായതും ഒക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ എനിക്ക് മനസ്സിലായില്ല. അതോ സോ L3 അപ്പൊ എന്തുണ്ട്? നമ്മുടെ കേരളമുണ്ട്, നമ്മുടെ ഇന്ത്യ ഉണ്ട്, നമ്മുടെ മുംബൈ ഉണ്ടാവും, നമ്മുടെ പല കാര്യങ്ങളുണ്ടാവും. അതിന്റെ കൂടെ ഈ പറഞ്ഞ എന്താ പറയാ ഒരു എൻറ്റർടൈല് പോലെ വന്ന് അവസാനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മേ ബി എന്തായാലും പൃഥ്വിരാജ്, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പൃഥ്വിരാജിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും. സോ അദ്ദേഹം ഒരു ഗംഭീര സാധനം ചെയ്യട്ടെ. ഒരു വലിയൊരു ഈ L2ന്റെ പോരായ്മകളൊക്കെ തീർത്തിട്ട് L3 ഒരു ഗംഭീര സംഭവം ആവട്ടെ. ഈ പോയ വിശ്വാസമൊക്കെ തിരിച്ച് എടുക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമുണ്ട്. സോ എന്താണ് നമുക്കറിയില്ല, സിനിമ നടക്കുമെന്ന് പോലും ഉറപ്പില്ല അതിൽ.
ഇനി എമ്പുരാനെ കുറിച്ച് ഇനി ഒന്ന് രണ്ട് വീഡിയോ ചെയ്യാനുണ്ട്, പ്ലാനിങ്ങിലുണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹിന്റ് തരാം. കാരണം നമ്മളിപ്പം സ്റ്റീഫൻ നെടുമ്പള്ളിയിലെ ഖുറൈഷി എബ്രാം എന്നുള്ള പേര് മാത്രമല്ല നമ്മൾ അറിയുന്നത്. എന്നാൽ അങ്ങനെയല്ല, വേറൊരു പേരും കൂടി ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഹിന്റൊക്കെ എമ്പുരാൻ്റെ എൻ്റെ ടൈറ്റിലിൽ തന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ.